യുദ്ധവിമാനങ്ങൾ ഇറക്കാൻ US അനുമതി തേടിയിരുന്നുവെന്ന് വ്യക്തമാക്കി ശ്രീലങ്ക. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തന്നെ യുദ്ധവിമാനങ്ങൾ ഇറക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന നിരസിക്കുകയാണ് തങ്ങൾ ചെയ്തതെന്നാണ് ഇപ്പോൾ ശ്രീലങ്കൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മട്ല വിമാനത്താവളത്തിൽ 2 US യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ US അനുമതി തേടിയപ്പോഴാണ് ശ്രീലങ്ക ഇത് നിഷേധിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ തങ്ങൾ നിഷ്പക്ഷ നിലപാട് തുടരുമെന്നും ഇവിടെ സർക്കാർ വ്യക്തമായ ഒരു നിലപാടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. തീവ്രമായ ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും സന്തുലിതമായ വിദേശ നയം അത് നിലനിർത്താൻ കൊളംബോ പ്രതിജ്ഞാബദ്ധമാണ് എന്നതാണ് ഇവിടെ പ്രസിഡന്റ് അനുര കുമാര ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ മാർച്ച് 4-നായിരുന്നു US ശ്രീലങ്കയിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി തേടിയത്. ജിബൂട്ടിയിൽ നിലയുറപ്പിച്ചിരുന്ന US യുദ്ധവിമാനങ്ങളാണ് ശ്രീലങ്കയിൽ ഇറക്കാൻ ഇത്തരത്തിൽ ശ്രമം നടത്തിയത്. 8 കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഉൾക്കൊള്ളുന്നതിനായിരുന്നു ഈ 2 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അവിടെ എത്തിയത്. അതേപോലെ യുദ്ധവിമാനങ്ങൾ ശ്രീലങ്കയിൽ ഇറങ്ങാൻ സർക്കാർ അനുമതി നിഷേധിച്ച അതേ ദിവസം തന്നെയായിരുന്നു ശ്രീലങ്കയുടെ ഖാലെ തീരത്ത് വെച്ച് അമേരിക്കൻ ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേനെ ആക്രമിച്ച് കടലിൽ മുക്കിയത്. ഈ സംഭവത്തിൽ 84 നാവികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ അവിടെ നിഷ്പക്ഷത പാലിക്കുന്നതിനുള്ള ശ്രീലങ്കയുടെ പ്രതിബദ്ധത അവിടെ ദിയാസ്കെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ നിഷ്പക്ഷത നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ഇതിന് വഴങ്ങില്ല. മിഡിൽ ഈസ്റ്റ് യുദ്ധ വെല്ലുവിളികൾക്ക് അത് വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ നിഷ്പക്ഷത പാലിക്കാൻ സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ അത് ചെയ്യുമെന്നാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ 2024 അധികാരമേറ്റ ശ്രീലങ്കൻ പ്രസിഡന്റ് ദ്വീപിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള അവിടെ തന്ത്രപരമായി തന്നെ സ്ഥിതി ചെയ്യുന്ന മാട്ല വിമാനത്താവളത്തിൽ കപ്പൽ വിരുദ്ധ ആയുധങ്ങൾ ഘടിപ്പിച്ച 2 യുദ്ധവിമാനങ്ങൾ ഇറങ്ങുന്നത് US അനുമതി തേടിയതായി വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ജിബൂട്ടിയിലെ ബേസിൽ നിന്ന് മാട്ല അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 8 കപ്പൽ ദേന മിസൈലുകൾ ഘടിപ്പിച്ച 2 യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങളത് വേണ്ട എന്ന് പറയുകയാണ് ചെയ്തതെന്നും തുടർച്ചയായ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാനുള്ള അവരുടെ ഉദ്ദേശത്തെ അദ്ദേഹം ഇവിടെ അടിവരയിട്ട് എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ശ്രീലങ്കൻ തീരത്ത് വെച്ച് ഇത്തരത്തിൽ ഇറാൻ കപ്പൽ ആക്രമിക്കാൻ US-ന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയത് ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ. എന്നാൽ അവരുടെ എല്ലാ നുണകളും ഇപ്പോൾ പൊളിച്ചടുക്കിക്കൊണ്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ നാണക്കേടിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.